കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ദൈവം ബലപ്പെടുത്തട്ടെ. അവിടുത്തെ മാറ്റമില്ലാത്ത സാന്നിധ്യത്താലും ശക്തിയാലും വീര്യമുള്ള ഭുജത്താലും നമുക്ക് തിരുവെഴുത്തുകളെ നൽകി നമ്മെ ബലപ്പെടുത്തി നമ്മെ ശക്തീകരിച്ച് അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിനാക്കി നിർത്തുകയും വരവിനായി ഒരുക്കുകയും ചെയ്യുന്ന നല്ല കർത്താവിൻ്റെ സാന്നിധ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷകളിലേക്ക് ഞാൻ നിങ്ങളെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോട് സംസാരിക്കുന്ന യേശു നമ്മുടെ മധ്യത്തിൽ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം അതിൻ്റെ 18-ാമത്തെ അധ്യായം, അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 18-ാമത്തെ അധ്യായം 24 മുതൽ 28 വരെയുള്ള അനുഗ്രഹീത തിരുവെഴുത്തുകളെയാണ് ചിന്തയ്ക്ക് ആധാരമായി പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളത്തിൽ ഇന്ന് എടുക്കണം എന്നാവശ്യപ്പെട്ടത്. അപ്പോസ്തല പ്രവർത്തികൾ 18-ാമത്തെ അധ്യായം 24 മുതൽ 28 വരെയുള്ള തിരുവെഴുത്തുകൾ. അലക്സാന്ദ്രിയക്കാരനായി വാഗ്വൈഭവവും തിരുവെഴുത്തുകളിൽ സാമർഥ്യവുമുള്ള അപ്പല്ലോസ് എന്ന പേരുള്ള ഒരു യഹൂദൻ എഫെസോസിൽ എത്തി. അവൻ കർത്താവിൻ്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവൻ ആയിരുന്നു. യോഹന്നാൻ്റെ സ്നാനത്തെക്കുറിച്ച് മാത്രം അറിഞ്ഞിരുന്നു. എങ്കിലും ആത്മാവിൽ എരിവുള്ളവനാകയാൽ അവൻ യേശുവിൻ്റെ വസ്തുത സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. അവൻ പള്ളിയിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു തുടങ്ങി. അക്വിലാസും പ്രിസ്കില്ലയും അവൻ്റെ പ്രസംഗം കേട്ടപ്പോൾ അവനെ ചേർത്തുകൊണ്ട് ദൈവത്തിൻ്റെ മാർഗം അധികം സ്പഷ്ടമായി അവന് തെളിയിച്ചു കൊടുത്തു. അവൻ അഖായയിലേക്ക് പോകുവാൻ ഇച്ഛിച്ചപ്പോൾ സഹോദരന്മാർ അവനെ ഉത്സാഹിപ്പിക്കുകയും അവനെ കൈക്കൊള്ളേണ്ടതിന് ശിഷ്യന്മാർക്ക് എഴുതുകയും ചെയ്തു. അവിടെ എത്തിയപ്പോൾ അവൻ ദൈവകൃപയാൽ വിശ്വസിച്ചവർക്ക് വളരെ പ്രയോജനമായി തീർന്നു. യേശു തന്നെ ക്രിസ്തു എന്ന് അവൻ തിരുവെഴുത്തുകളാൽ തെളിയിച്ച് ബലത്തോടെ യഹൂദന്മാരെ പരസ്യമായി ഖണ്ഡിച്ച് കളഞ്ഞു. ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ, ഇന്നത്തെ ഈ മെസ്സേജിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സന്ദേശം കേൾക്കുന്നവർക്കകത്തുള്ള അപ്പല്ലോസുമാരെ എഴുന്നേൽപ്പിക്കുമെന്ന് ഈ സന്ദേശം എടുക്കാൻ ദൈവാത്മാവിൻ്റെ ഉള്ളത്തിൽ പ്രേരിപ്പിച്ചപ്പോൾ തന്നെ എനിക്ക് തന്ന ഒരു ചിന്തയാണ്. ഒരുപാട് അപ്പല്ലോസുമാരുണ്ട്. പക്ഷേ മ്യൂട്ടാക്കി ഇരിക്കുന്നവരെ ദൈവത്തിന് ഉപയോഗിക്കാനൊക്കത്തില്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എഴുന്നേൽക്കാൻ മനസ്സുള്ള ചിലതുങ്ങളെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ മുന്നും പിന്നും നോക്കാതെ കർത്താവിൽ നോക്കി നിങ്ങൾ എഴുന്നേൽക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ചിലർ ഇതിനകത്തോണ്ട് ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. അവരൊരുപക്ഷെ ഈ ലൈവ് മീറ്റിങ്ങിലായിരിക്കണമെന്നില്ല, ഈ മീറ്റിങ്ങിന് ശേഷമായിരിക്കാം അവർ ഈ സന്ദേശം കാണുന്നത്. അപ്പല്ലോസുമാരെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്നതൊരു വലിയ കാര്യമാണ്. ഇവിടെ അപ്പല്ലോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് തിരുവെഴുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അലക്സാന്ദ്രിയക്കാരൻ എന്നാണ്. അലക്സാന്ദ്രിയക്കാരൻ എന്ന ഒരു ചരിത്രത്തെ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ടൊന്ന് ഹിസ്റ്റോറിക്കലി പരിശോധിക്കുന്ന സമയത്ത്, അലക്സാണ്ടർ പണിത ഈജിപ്തിലെ ഒരു പട്ടണമാണ് അലക്സാന്ദ്രിയ എന്ന് പറയുന്നത്. ഈജിപ്തിലെ ഒരു പട്ടണമാണ് അലക്സാന്ദ്രിയ എന്ന് പറയുന്നത്. അവിടെ എഫെസോസിലെ ഡയാന ദേവിയുടെ ക്ഷേത്രത്തിൻ്റെ പ്രശസ്തനായ ശില്പിയായ ദിനോക്രിറ്റീസിൻ്റെ മേൽനോട്ടത്തിൽ മഹാനായ അലക്സാണ്ടറാണ് ഈ പട്ടണം പണിതത്. അതിനൊരു മ്യൂസിയം എന്നും ഇന്ന് അറിയപ്പെടുന്നുണ്ട്. ഒരു മ്യൂസിയം എന്ന് വിളിച്ചിരുന്നു. അവിടെയുള്ള യഹൂദന്മാർ അവിടുത്തെ കലാലയങ്ങളിൽ വിദ്യാഭ്യാസം അനുഷ്ഠിച്ചു പോന്നിരുന്നു. നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം, എ ക്ലാസ് വിദ്യാഭ്യാസം അവിടുത്തെ കലാശാലകളിൽ ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസം നേടിയ പുരുഷന്മാർ ഇവിടെ തത്വശാസ്ത്ര പഠനത്തിനായിട്ട് അവരെ തന്നെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഒരു വ്യക്തിയായിരുന്നു അപ്പല്ലോസ് എന്ന് പറയുന്നത്. അവിടുത്തെ നമ്മൾ തിരുവെഴുത്ത് വായിക്കുമ്പോൾ കാണാം, പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു എന്ന് അപ്പല്ലോസിനെ കുറിച്ച് പറയുന്നുണ്ട്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, അന്നത്തെ കാലത്ത് അവിടുത്തെ കലാശാലകളിൽ പ്രസംഗം അവരെ പഠിപ്പിക്കുമായിരുന്നു, പ്രസംഗ പരിശീലനം നൽകുമായിരുന്നു.
എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം ആ പട്ടണത്തിൽ ഉണ്ടായിരുന്നു എന്ന് ചുരുക്കം. നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ആവശ്യത്തിന് വിദ്യാഭ്യാസം നേടിയിട്ടും പ്രയോജനപ്പെടാൻ കഴിയാത്തവരുണ്ട്. ആവശ്യത്തിന് കഴിവുകൾ ഉണ്ടായിട്ടും ആ കഴിവുകൾ പ്രയോജനപ്പെടുത്താൻ പറ്റാത്തവരുണ്ട്. മൾട്ടി ടാസ്ക് ചെയ്യാൻ എബിലിറ്റി ഉണ്ടായിട്ടും കപ്പാസിറ്റി ഉണ്ടായിട്ടും അതൊന്നും അങ്ങോട്ട് പ്രദർശിപ്പിക്കാൻ ഒരു വേദി അനുവദിച്ച് കിട്ടാത്തവരുണ്ട്. ഇവിടെ അപ്പല്ലോസ് എന്ന് പറയുന്നൊരു മനുഷ്യനെ ദൈവാത്മാവ് എഴുന്നേൽപ്പിച്ചു. എന്തുകൊണ്ട്? അപ്പല്ലോസ് എന്ന് പറയുന്ന മനുഷ്യന് ലഭിച്ച വിദ്യാഭ്യാസം, ലഭിച്ച പരിശീലനം, നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പല്ലോസ് എന്ന് പറയുന്ന മനുഷ്യന് ലഭിച്ച വിദ്യാഭ്യാസം, ലഭിച്ച പരിശീലനം അദ്ദേഹത്തിന് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ പഠിക്കാതെയും ചിന്തിക്കാതെയും പോകരുത്. ഇന്ന് കഴിവുകളുള്ളവരുണ്ടെങ്കിൽ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. പാസ്റ്റർ പറയുന്നത് പോലെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുകളുണ്ട്. എനിക്ക് നല്ല വിദ്യാഭ്യാസമുള്ളൊരു വ്യക്തിയാണ്. എനിക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അത് എവിടെ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നെനിക്കറിയത്തില്ല. ഒരു അവസരം കിട്ടിയാൽ പോലും ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ എനിക്ക് അതിനെ ഒന്ന് അങ്ങോട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, എനിക്കതൊന്ന് റിവീൽ ചെയ്യാൻ, എനിക്കിത് പ്രൂവ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന വിഷമത്തിൽ ആരെങ്കിലും ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങളിലൊരു അപ്പല്ലോസ് ഉണ്ട്. അപ്പല്ലോസിനെ കുറിച്ച് നമുക്കൊന്നുകൂടെ വായിക്കാം. തിരുവെഴുത്തുകളിൽ സാമർഥ്യം, ആ വ്യക്തിയെക്കുറിച്ച് പറയുന്നൊരു വാക്ക് സാമർഥ്യം. അപ്പം ഞാൻ ചോദിക്കുന്നു, സാമർഥ്യമുള്ള എല്ലാവരും സമർത്ഥരല്ല. എല്ലാവർക്കും കഴിവുകളുണ്ടെങ്കിലും അവസരം കിട്ടിയാലും പ്രയോജനപ്പെടുത്താൻ പുറകിലോട്ട് വലിഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്. കഴിവുകളുണ്ട്, കൃപയുണ്ട്, വരമുണ്ട്, ശക്തിയുണ്ട്, അഭിഷേകമുണ്ട്. ബട്ട് വാട്ട് യൂസ്? അതുകൊണ്ട് പ്രയോജനപ്പെടുത്താൻ ഒരു ഉൾവലി ഉള്ളിലേക്ക് വലിക്കുന്നൊരവസ്ഥ. എപ്പോഴും ഉൾവലിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ അതൊരു സൈന. നമ്മൾ എപ്പോഴും ജീവിതത്തിൽ 10 വർഷം പുറകിലോട്ടായിരിക്കും മിനിമം. എനിക്ക് പരിചയമുള്ളൊരു സാറുണ്ട്. ആ സാർ എപ്പോഴും മുമ്പൊക്കെ എന്നെയും എൻ്റെ കൂടെ ഉള്ളവരെയൊക്കെ ഉപദേശിക്കുന്ന ഒരു ഉപദേശം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് ആ സാറ് ഞങ്ങളെ എതിർക്കും. ഇപ്പം അപ്പല്ലോസ് കണ്ണിച്ചതുപോലെ ഞങ്ങളുടെ ആശയത്തെ കണ്ണിച്ചിട്ട് പറയും, നിങ്ങളൊന്നും ഈ യുഗത്തിലല്ലേ ജീവിക്കുന്നത്, നിങ്ങളിപ്പോൾ എടുത്തേക്കുന്ന ഡിസിഷൻ 10 വർഷം പുറകിലോട്ടാണ് നിങ്ങൾ. എന്ന് വെച്ചാൽ നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ തീരുമാനമൊക്കെ 10 വർഷം പുറകിലോട്ടാണ്. എന്ന് പറഞ്ഞാൽ 10 വർഷം മുന്നോട്ട് ഞാൻ ജീവിച്ചിട്ടും എൻ്റെ തീരുമാനവും ഞാൻ എടുക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങൾ, ഞാൻ എടുത്തിരിക്കുന്ന ചില ഡിസിഷൻസൊക്കെ 10 വർഷം പുറകിലോട്ട് എടുക്കുന്ന, 10 വർഷം മുന്നേ ഉള്ള ആൾക്കാരെടുക്കുന്ന തീരുമാനമാണ് നീ ഇപ്പം എടുത്തേക്കുന്നത് എന്ന് ഞങ്ങളുടെ ടീമിലെ ഞാൻ ഉൾപ്പെടെയുള്ളവരെ ആ സാറ് ഖണ്ഡിച്ചിട്ടുണ്ട്. അന്നത്തെ എൻ്റെ ചിന്ത വെച്ച് ഞാൻ ആ സാറിനെ കുറച്ച് അമർഷത്തോടെ നോക്കിയെങ്കിലും അത് സത്യമായിരുന്നു. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോഴും നമ്മൾ ഇന്നത്തെ ഈ യുഗത്തിലാണ് ജീവിക്കുന്നതെങ്കിലും 10 വർഷവും 15 വർഷവും മുമ്പുള്ള ആൾക്കാരുടെ അതേ അഭിഷേകവും മീൻസ് നിങ്ങളെ തന്നെ എടുത്താൽ നിങ്ങൾക്കൊരു 10 വർഷം മുന്നേ ഉള്ള ഒരു അഭിഷേകത്തിൻ്റെ ലെവലിലായിരിക്കും നിങ്ങൾ ഇപ്പോഴും ഇരിക്കുന്നത്. 15 വർഷം മുന്നേ വീണ്ടും ജനിച്ച സമയത്തിലുള്ള ഒരു അവസ്ഥയിലായിരിക്കും ഇന്നും ഇരിക്കുന്നത്. പക്ഷേ 10 വർഷം മുൻപോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ദൈവം കൃപ തന്നു എന്നും അഭിഷേകം തന്നു എന്നും അതിന് വിളിച്ചിരിക്കുന്നു എന്നും പഠിപ്പിച്ചിരിക്കുന്നു എന്നും അറ്റ്ലീസ്റ്റ് ഒന്ന് ചിന്തിക്കാനെങ്കിലും തയ്യാറായാൽ ജീവിതം പുറകിലോട്ട് എന്നുള്ളൊരവസ്ഥയിൽ നിന്ന് മുൻപിലോട്ട് എന്നൊരവസ്ഥയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. എല്ലാത്തിനും നമ്മൾ ഭൂതത്തെയും പ്രേതത്തെയും പിശാചിനെയും ഒന്നും പിടിച്ചിട്ടിട്ട് കാര്യമൊന്നുമില്ല. പലപ്പോഴും നമ്മുടെ ഭൂതം നമ്മളായി തന്നെ മാറുന്നൊരവസ്ഥ ഇന്നും ഉണ്ട് എന്നെനിക്ക് മനസ്സിലാവുന്നുണ്ട്. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. തിരുവെഴുത്തിൽ അപ്പല്ലോസിനെ കുറിച്ച് പറയുന്നു, അലക്സാന്ദ്രിയക്കാരനായി വാഗ്വൈഭവവും തിരുവെഴുത്തുകളിൽ സാമർഥ്യവുമുള്ള അപ്പല്ലോസ്. തിരുവെഴുത്തുകളെ കുറിച്ച് അപ്പല്ലോസിന് സാമർഥ്യം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? എത്രയോ പേർക്ക് എന്നേക്കാൾ നന്നായി വചനം അറിയാം. പക്ഷേ തിരുവെഴുത്തുകളെ കുറിച്ച് അറിഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ? ഞാനൊരു വാക്കിലേക്കാണ് നിങ്ങളെ കൊണ്ടുവരുന്നത് കേട്ടോ, വളരെ പ്രയോജനമുള്ളൊരു വാക്കിലേക്ക്. തിരുവെഴുത്തുകളെ കുറിച്ച് അറിയുന്നത് കൊണ്ട് കാര്യമില്ല. ബൈബിളിൽ 66 പുസ്തകം ഉണ്ടെന്ന് അറിയുന്നതിൽ കാര്യമില്ല.
ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഓർഡർ തെറ്റാതെ പറയാൻ അറിയാവുന്നിട്ട് കാര്യമില്ല. വലിയ പ്രവാചകന്മാരെയും ചെറിയ പ്രവാചകന്മാരെയും കുറിച്ച് ശ്വാസം വിടാതെ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല. സുവിശേഷങ്ങൾ എടുക്കാൻ പറയുമ്പോൾ വളരെ വേഗത്തിൽ റെഫറൻസുകൾ എടുത്തിട്ട് കാര്യമില്ല. അപ്പൊ തിരുവെഴുത്തുകളിൽ സാമർഥ്യമുള്ളവനായിട്ട് കാര്യമില്ല. ഗ്ലോറി. വാഗ്വൈഭവം ഉണ്ടായിട്ട് കാര്യമില്ല. പക്ഷെ അപ്പല്ലോസ് ഇതൊക്കെ ആയിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ഇത് ദൈവത്തിന് ഏറ്റെടുത്തു പ്രയോജനപ്പെടുത്താൻ പറ്റി? അപ്പല്ലോസ് എന്തുകൊണ്ട് പ്രയോജനപ്പെട്ടു? അറിഞ്ഞേ പറ്റൂ. അപ്പല്ലോസ് ഒത്തിരി ഭാഗത്തൊന്നും അപ്പല്ലോസിനെ കുറിച്ച് പറയുന്നില്ല. ഉണ്ടോ? ഇല്ല, ഒത്തിരി ഭാഗത്തൊന്നും പറയുന്നില്ല. പക്ഷേ അപ്പല്ലോസിനെ കുറച്ച് ഭാഗങ്ങളിൽ മാത്രമേ പരാമർശിക്കുന്നുള്ളൂ. എങ്കിലും തീത്തോസ്, അപ്പോസ്തല പ്രവൃത്തികൾ, കൊരിന്ത്യർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും ഭാഗത്തൊക്കെ അപ്പല്ലോസിനെ കുറിച്ച് പറയുന്നുള്ളൂ. അല്ലാതെ യോഹന്നാനെ, യാക്കോബിനെ കുറിച്ചൊക്കെ പറയുന്ന പോലെയൊന്നും അങ്ങനെ നീണ്ട നിര അപ്പല്ലോസിനെ കുറിച്ച് പറയുന്നില്ല. പക്ഷേ അപ്പല്ലോസ് എന്ന ഒരു വ്യക്തിയെ പറയുന്നിടത്ത് തീ പോലെയാ കർത്താവ് രേഖപ്പെടുത്തി വെച്ച്, തീ പോലെയാ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചേക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ചോ കേട്ടോ. നിങ്ങളെ ദൈവം കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ എങ്കിലും അത് തീ പോലെ ഉപയോഗിക്കാൻ പ്രാർത്ഥിച്ചാൽ മതി. കുറച്ച് പ്രസംഗിച്ചാൽ മതി, പക്ഷെ പറയുന്നതിനകത്തൊരു തീ വേണം. കുറച്ച് പാടിയാൽ മതി, പാട്ടിനകത്തൊരാത്മാവ് വേണം. കുറച്ച് പ്രാർത്ഥിച്ചാൽ മതി, ആ പ്രാർത്ഥനയ്ക്കകത്തൊരു തീ വ്യാപരിക്കണം. ഓ ഹാമൻ റുഹബ ശൽഖബനസിയ. ആ നിലവാരത്തിൽ ദൈവത്തിനൊന്ന് കരങ്ങളിലെടുക്കാൻ പുറകിലോട്ട് വെച്ചിരിക്കുന്ന കാലൊന്ന് മുന്നിലേക്ക് വെച്ച് മുൻപോട്ട് വാ. ദൈവം നിന്നെ ഒരു അപ്പൊല്ലോസിനെ ഉപയോഗിച്ചതുപോലെ കൈകളിലെടുത്ത് ഉപയോഗിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ആർക്ക് നേരെയോ വിരൽ ചൂണ്ടുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഒന്ന് ശ്രദ്ധിച്ചേ. അപ്പൊ തിരുവെഴുത്തുകളിൽ സാമർഥ്യവും ഉള്ള വാഗ്വൈഭവവും ഉള്ള അപ്പല്ലോസ് എന്ന് പേരുള്ളൊരു യഹൂദൻ എഫെസോസിൽ എത്തിയ അപ്പല്ലോസിനെ ആ ദേശത്തിലെ പ്രധാന ദേവത ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ച് കാണും. അവിടെ ഡയാന ദേവിയുടെ ഒരു ക്ഷേത്രമുണ്ട് എഫെസോസിൽ. ആ ക്ഷേത്രത്തിന്റെ ഒരു അറ്റാക്കും ഒരു ഓപ്പറേഷൻസും ആ എഫെസോസിനെ ഭരിച്ചിരുന്ന ഒരു തിന്മയുടെ ശക്തിയും അപ്പല്ലോസിനെ ബാധിച്ചിട്ടില്ല എങ്കിൽ അതിനാ ഈ മനുഷ്യന്റെ ശരീരത്തിൽ കൂടെ ഓടുന്നത് ചുമന്ന രക്തം അല്ലേ? ഈ മനുഷ്യൻ നമ്മളെപ്പോലുള്ള മനുഷ്യനല്ലേ? എന്തുകൊണ്ട് അത് ഈ മനുഷ്യന്റെ സാമർഥ്യത്തെ ബാധിച്ചില്ല? അത് ഈ മനുഷ്യന്റെ കഴിവുകളെയും കൃപകളെയും അഭിഷേകത്തെയും പ്രാർത്ഥനാ ജീവിതത്തെയും ബാധിച്ചില്ല. അതും പഠിക്കണം. അപ്പല്ലോസ് പ്രയോജനപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് വെറുതെ ഒരു പ്രയോജനപ്പെടലല്ല. ആണോ? അല്ല. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഇന്ന് ദൈവത്തിന് പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു എങ്കിൽ പോരാട്ടങ്ങളും പ്രശ്നങ്ങളും തടസ്സങ്ങളും ഒന്നും വേദനകളും വിഷമങ്ങളും ഒന്നും ഇല്ലാഞ്ഞിട്ടാണ് എന്നൊരർത്ഥമില്ല. പക്ഷേ അതിനെയൊക്കെ ജയിക്കാൻ തക്കവണ്ണം എന്തോ അദൃശ്യ മണ്ഡലത്തിൽ ഒരദൃശ്യ കരം നമ്മെ പണിതുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. അപ്പോ തിരുവെഴുത്തുകളെ കുറിച്ച് പ്രാഗൽഭ്യമുള്ള അപ്പല്ലോസിനെ പരിശുദ്ധാത്മാവ് ആത്മമണ്ഡലത്തിൽ പണിതു. അത് സത്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചേ. നെടുവീർപ്പിട്ടും ഞരക്കത്തോടെയും വേദനയോടെയും നിരാശയോടെയും ഒക്കെ ഇരുന്നായിരിക്കാം ഒരുപക്ഷെ താങ്കൾ ഈ തിരുവെഴുത്ത് കേൾക്കുന്നതെങ്കിലും എനിക്ക് ആത്മാവിൽ എനിക്ക് ആലോചന താങ്കളുടെ കയ്യിലേക്കൊന്ന് ഏൽപ്പിക്കാൻ ദൈവനിയോഗമുണ്ട്. അതിങ്ങനെയാണ്. ദൈവം നിങ്ങളെ അദൃശ്യ മണ്ഡലത്തിൽ അദൃശ്യ കരങ്ങളാൽ പരുവപ്പെടുത്തിക്കൊണ്ടും പാകപ്പെടുത്തിക്കൊണ്ടും പണിതുകൊണ്ടും ഇരിക്കുകയാ. എന്തിനാണെന്നറിയാമോ? ഒരു കൂട്ടം ജനത്തിന് ഒരു അപ്പല്ലോസിന്റെ സ്ഥാനത്ത് നിന്ന് ദൈവത്തിന് നിന്നെ പ്രയോജനപ്പെടുത്താനുണ്ട്. ഒരപ്പല്ലോസിന്റെ സ്ഥാനത്ത് നിർത്തി പ്രയോജനപ്പെടുത്താനുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന എൻ്റെ ദൈവത്തിന് ആവശ്യമുണ്ട്. നിങ്ങളുടെ അറിവ് ദൈവത്തിന് ആവശ്യമുണ്ട്. നിങ്ങൾ ഇന്ന് ഈ കേൾക്കുന്ന തിരുവെഴുത്തുകളിൽ നിന്നുള്ള ആശയങ്ങൾ എൻ്റെ ദൈവത്തിന് നിങ്ങളെ അറിയിക്കുന്നത് കൊണ്ട് ചില ആവശ്യങ്ങളുണ്ട്. അപ്പൊ എന്താ അപ്പല്ലോസേ? ദൈവം വചനം പഠിക്കാൻ ഒരു കൃപ തന്നു, വചനം ധ്യാനിക്കാൻ ഒരു കൃപ തന്നു, വചനം കേൾക്കാൻ ഒരു കൃപ തന്നു. പിന്നെ ദൈവം എന്താ നിനക്ക് തന്നേ? താഴേക്ക് വായിക്കാം. അവൻ എഫെസോസിലെത്തി.
അവൻ കർത്താവിൻ്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവനായിരുന്നു. അവൻ കർത്താവിൻ്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവനായിരുന്നു. ഈ ഉപദേശം എന്ന വാക്കിന് ഗ്രീക്കിൽ കാറ്റെക്കയോ എന്നാണ് അവിടെ ഗ്രീക്ക് പദം ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ പഠിച്ചവനാ, കർത്താവിൻ്റെ മാർഗം പഠിച്ചവനാ. എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടെ. നമ്മൾ ഒത്തിരി മഹാന്മാരുടെ ചരിത്രങ്ങൾ പഠിക്കുന്നവരും റെഫർ ചെയ്യുന്നവരുമാണ്. പക്ഷെ പഠിക്കുമ്പോൾ ഇതൊന്നും പഠിക്കേണ്ടെന്ന് ഞാൻ പറയത്തില്ല. വായിക്കാൻ പറ്റുന്നിടത്തോളം വായിക്കണം. നല്ല പുസ്തകങ്ങൾ വായിക്കാൻ പറ്റുന്നിടത്തോളം വായിക്കണം. ആത്മാവിൽ വളർത്തുന്ന പുസ്തകങ്ങൾ നമ്മൾ വായിക്കണം, പഠിക്കണം. നല്ലതൊക്കെ നമ്മൾ എഴുതിയും വെക്കണം. കൂട്ടത്തിൽ കർത്താവിൻ്റെ മാർഗത്തെക്കുറിച്ച് പഠിക്കാൻ മറന്നുപോകല്ല. ചിലർ ടെസ്റ്റിമണീസ് ഭയങ്കരമായിട്ടിരുന്ന് കേൾക്കും. വിശ്വാസം ഡെവലപ്പ് ചെയ്യാൻ ദാറ്റ്സ് ഗുഡ്. പക്ഷേ വിശ്വാസം വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലത് ദൈവത്തിൻ്റെ തിരുവചനം കേൾക്കുന്നതാണ്. ഇവിടെ അപ്പല്ലോസ് കർത്താവിൻ്റെ മാർഗത്തെക്കുറിച്ച് പഠിച്ചവനായിരുന്നു. അപ്പോൾ അപ്പല്ലോസ് കർത്താവിൻ്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവനായിരുന്നു. പക്ഷെ ഒരു കുഴപ്പം, യോഹന്നാന്റെ സ്നാനത്തെക്കുറിച്ച് മാത്രം അറിഞ്ഞിരുന്നു എങ്കിലും, എനിക്ക് അടുത്ത വാക്കാ വേണ്ടത്, എന്തുകൊണ്ട് അപ്പല്ലോസ് പ്രയോജനപ്പെട്ടു, ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റി, കർത്താവിൻ്റെ കൈകളിൽ എടുത്തു എന്നുള്ളൊരു കാര്യം എനിക്ക് നിങ്ങളോട് അറിയിക്കാനുള്ളത്. അടുത്ത വാക്കൊന്ന് വായിച്ചേ. ആത്മാവിൽ എരിവുള്ളവനാകയാൽ. ആത്മാവിൽ എരിവുള്ളവൻ എന്ന വാക്കിനവിടെ ഗ്രീക്ക് പദം സെയോ എന്നാണ് കൊടുത്തിരിക്കുന്നത്. സെയോ ആത്മാവിൽ ചൂട് പിടിച്ചൊരു മനുഷ്യൻ, ആത്മാവിൽ എരിവുള്ളൊരു മനുഷ്യൻ. എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. എൻ്റെ മെസ്സേജ് ഇത്രയേ ഉള്ളൂ, തീരുവ. ഒരു വ്യക്തി ദൈവവചനം രാവും പകലും കേട്ടാലും, ഒരു വ്യക്തി ദൈവവചനം വാക്കൊന്നു വിടാതെ എല്ലാം എഴുതി വെച്ച് കാണാപ്പാഠം പഠിച്ചാലും, ഒരു വ്യക്തി 24 മണിക്കൂറും യേശുവെ വിളിച്ചോണ്ട് നടന്നാലും, ഞാൻ കരുതുന്നില്ല അപ്പല്ലോസ് പ്രയോജനപ്പെട്ടതുപോലെ എങ്കിലും പ്രയോജനപ്പെടുമെന്ന്. ദൈവത്തിനൊരു വ്യക്തിയെ പ്രയോജനപ്പെടുത്തണമെങ്കിൽ അവൻ ആത്മാവിൽ ഒരു തിളയ്ക്കൽ, ഒരാത്മാവിനകത്തൊരു എരിവുള്ളവനായിരിക്കണം. ഒന്നും കൂടെ ഞാൻ വിശദമായി അല്ലെങ്കിൽ വ്യക്തമായി ലളിതമായി പറഞ്ഞാൽ, 24 മണിക്കൂറും വീടിനകത്ത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ വിടുതൽ വരും എന്ന് ഞാൻ കരുതുന്നില്ല. നല്ല അർത്ഥത്തിലാണ് പറഞ്ഞു വരുന്നത്, ശ്രദ്ധിക്കാം. എങ്ങനെയാ? 24 മണിക്കൂർ പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിലും പ്രാർത്ഥിക്കുന്ന സമയത്ത് ആത്മാവിൽ ഒരു തീ പിടിച്ചാണ് പ്രാർത്ഥിക്കുന്നതെന്നുണ്ടെങ്കിൽ 20 മിനിറ്റ് പ്രാർത്ഥിക്കുന്നതിന് 24 മണിക്കൂറിൻ്റെ ഫലം ലഭിക്കും എന്ന് എൻ്റെ പല പ്രാവശ്യത്തെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് എൻ്റെ മാത്രം അനുഭവമാണ്, എൻ്റെ മാത്രം അഭിപ്രായമാണ്. ഇതെൻ്റെ മാത്രം അനുഭവമാണ്, എൻ്റെ മാത്രം അഭിപ്രായമാണ്. ഞാൻ എൻ്റെ ഒരു സാക്ഷ്യമായിട്ട് അത് പറഞ്ഞു എന്ന് മാത്രം, മറ്റർത്ഥം ഈ പറഞ്ഞ വാക്കിനില്ല. എനിക്ക് 24 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കാൻ സമയമില്ലാത്തൊരു മനുഷ്യനാണ്. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയം പരമാവധി ആത്മാവിൽ ചൂടുണ്ടോ എന്ന് പരിശോധിക്കാൻ മറക്കാതിരിക്കാറുണ്ട്. അപ്പല്ലോസിന് ഏറ്റവും നല്ല ബൈബിൾ കോളേജിൽ നിന്ന് ടീച്ചിങ് കിട്ടിയിട്ട് കാര്യമുണ്ടായില്ല. വാഗ്വൈഭവത്തിന് വേണ്ടുന്ന പ്രസംഗ പരിശീലനം ലഭിച്ചിട്ടും കാര്യം ഉണ്ടാകത്തില്ലായിരുന്നു. വാഗ്വൈഭവം ഉണ്ടായിട്ടും കാര്യം ഉണ്ടാകത്തില്ലായിരുന്നു. ഒന്നും കൂടെ ഞാൻ ലളിതമായി പറഞ്ഞാൽ, എല്ലാ സൗഭാഗ്യങ്ങളും ഒരു വ്യക്തിക്ക് ഉണ്ടായിട്ടും അവൻ ഒരിക്കലും സൗഭാഗ്യ സമ്പൂർണൻ എന്ന് പറയാൻ കഴിയാതെ ഇരിക്കുന്നത് പോലെ, എല്ലാ സംവിധാനങ്ങളോടെയും അദ്ദേഹത്തെ പഠിപ്പിച്ചിറക്കിയാലും അദ്ദേഹം പ്രയോജനപ്പെടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് ആത്മാവിൽ ചൂടുള്ള ഒരു വ്യക്തിയായിരിക്കുക. ആത്മാവിൽ ചൂടുള്ള ഒരു വ്യക്തിയാണ് അപ്പല്ലോസ് എന്ന് കണ്ടതുകൊണ്ട് ഇനി കർത്താവ് അപ്പല്ലോസിന് ഒരുക്കിയ വ്യക്തിയെ കേട്ടോ. ഇതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോ. ദൈവം ആരെങ്കിലും ഒക്കെ നമുക്ക് വേണ്ടി എപ്പോഴെങ്കിലും ഒക്കെ ഒരുക്കുന്നൊരു ഘട്ടമുണ്ട്. സത്യമല്ലേ? എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഒരു വ്യക്തിയുടെ സഹായം വേണ്ടുന്നൊരു സന്ദർഭം നിങ്ങളുടെ ജീവിതത്തിൽ വന്നേക്കാം.
നിങ്ങളെ പലരും സഹായിച്ച ഓർമ്മ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നുണ്ടാകാം. പക്ഷേ ദൈവം എപ്പോഴാണ് ഒരു വ്യക്തിയെ നമുക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുന്നതെന്നറിയാമോ? ഇവൻ ഡിസേർവ്ഡ് ആണ് എന്ന് തോന്നുമ്പോഴാണ്. ഇവൻ ഡിസേർവ്ഡ് ആണ് എന്ന് തോന്നുമ്പോഴാണ്. ആത്മാവിൽ ചൂടുള്ളൊരു വ്യക്തിയായാൽ അണഞ്ഞു പുറകിലോട്ട് ഇറങ്ങി ഇരിക്കത്തില്ല. ആത്മാവിൽ ചൂട് പിടിച്ചൊരു വ്യക്തിയായാൽ അണഞ്ഞ തിരി പോലെ ഇരിക്കത്തില്ല. വചനത്തിന്മേൽ വചനം തലയിൽ കൊട്ടിയാലും ആത്മാവിൽ ഒരു ചൂട് പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് നമ്മെ തന്നെ പുനഃപരിശോധിക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പൊ ഇത്രയും കാലം ഞാൻ കേട്ടതും ഞാൻ എഴുതിയതും ഞാൻ ചിന്തിച്ചതും ഓർത്തതും ആമേൻ സ്തോത്രം പറഞ്ഞതും ഒക്കെ അപ്പൊ എന്തിനു വേണ്ടി ആയിരുന്നു എന്ന് ഒന്ന് റീവൈൻഡ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പൊല്ലോസിനെ കുറിച്ച് തിരുവെഴുത്ത് പറയുന്നത് അവൻ ആത്മാവിൽ എരിവുള്ളവനാകിയാൽ അവൻ യേശുവിന്റെ വസ്തുത സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. അവൻ പള്ളിയിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു തുടങ്ങി. അടുത്ത വാക്യം, അക്വിലാസും പ്രിസ്കില്ലയും അവന്റെ പ്രസംഗം കേട്ടപ്പോൾ അവനെ ചേർത്തുകൊണ്ട് ദൈവത്തിന്റെ മാർഗം അധികം സ്പഷ്ടമായി അവന് തെളിയിച്ചു കൊടുത്തു. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഇവനിൽ ഒരു ആത്മാവ് ഉണ്ടെന്ന് അക്വിലാസിനും പ്രിസ്കില്ലയ്ക്കും മനസ്സിലായി. ആരാ അക്വിലാസും പ്രിസ്കില്ലയും? പൗലോസിന്റെ ഫ്രണ്ട്സാ, ശുശ്രൂഷകരാ. പൗലോസിൽ നിന്ന് ലഭിച്ചൊരു തീ ഇവരുടെ മേൽ കിടപ്പുണ്ട്. പ്രസംഗത്തിനൊരു തീ ഇവരുടെ മേൽ കിടപ്പുണ്ട്. ഇവരെന്തോ ചെയ്തു? ഇവനെ ദൈവം ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചതാ എന്ന് കാണാനുള്ളൊരു ഉൾക്കാഴ്ച അക്വിലാസിനും പ്രിസ്കില്ലയ്ക്കും കൊടുത്തു. എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ പ്രിയപ്പെട്ടവരെ, ദൈവം വിളിച്ചിറക്കിയ താങ്കളോട് ദൈവാത്മാവ് പറയുന്നു, ദൈവം തിരുവെഴുത്ത് തന്ന താങ്കളോട് ദൈവാത്മാവ് പറയുന്നു, ദൈവശബ്ദം കേട്ട താങ്കളോട് ദൈവാത്മാവ് പറയുന്നു, ദൈവം കണ്ടിരിക്കുന്ന പേർ ചൊല്ലി വിളിച്ച താങ്കളോട് ദൈവാത്മാവ് പറയുന്നു, ഏയ് ആമേൻ, ആർക്കും തോന്നാത്ത ഒരു ഉൾക്കാഴ്ച, ആർക്കുമില്ലാത്തൊരു മനസ്സലിവ്, ആർക്കും തോന്നാത്തൊരു ചിന്ത, നിങ്ങളുടെ മേൽ ഒരു ദൈവാത്മാവിന്റെ പ്രവർത്തനം വെളിപ്പെട്ടാൽ ഇതുപോലെ ചില അക്വിലാസ് പ്രിസ്കില്ലമാരെ ദൈവാത്മാവ് എഴുന്നേൽപ്പിച്ചു തോന്നിപ്പിക്കും. ആർക്കും തോന്നാത്ത ഒരു ഉൾക്കാഴ്ച, ഒരു ശുശ്രൂഷകർക്കും തോന്നാത്തൊരു ഉൾക്കാഴ്ച അക്വിലാസിനും പ്രിസ്കില്ലയ്ക്കും തോന്നിയെന്നുണ്ടെങ്കിൽ കാര്യം ഇത്രയേ ഉള്ളൂ, ദൈവം അപ്പൊല്ലോസിന്റെ ഉള്ളത്തിൽ കത്തിച്ച തീ അക്വിലാസും പ്രിസ്കില്ലയും മനസ്സിലാക്കി. ആർക്കും നിന്റെ മേലുള്ള അഭിഷേകം മനസ്സിലാകത്തില്ല, നിങ്ങളുടെ മേലുള്ള വിളി മനസ്സിലാകത്തില്ല, ശുശ്രൂഷ മനസ്സിലാകത്തില്ല, കൃപ മനസ്സിലാകത്തില്ല, ദാഹം മനസ്സിലാകത്തില്ല, ആത്മഭാരം മനസ്സിലാകത്തില്ല. പക്ഷേ ആരെയെങ്കിലും ഒക്കെ മുമ്പിൽ നിങ്ങളെ ദൈവം കൊണ്ടു നിർത്തുന്നതിന്റെ മുമ്പിൽ ചില അക്വിലാസ് പ്രിസ്കില്ലമാരെ നിങ്ങളെ ലിസൺ ചെയ്യുന്ന, നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളൊരു ശുശ്രൂഷയുണ്ടെന്ന് മനസ്സിലാക്കുന്ന, നിങ്ങളെ ചേർത്തു പിടിക്കാൻ തക്കവണ്ണം അപ്പന്റെ ഹൃദയമുള്ള ചിലതിനെയൊക്കെ ദൈവം നിന്റെ മുമ്പിലേക്ക് ഇറക്കി വിടുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് മടുത്തും ചിലരോട് ആലോചന കൈമാറുകയാണ്. ഒന്ന് ശ്രദ്ധിച്ചേ, എനിക്കിതുപോലെ ഒത്തിരി വ്യക്തികളെ കർത്താവ് തന്നിട്ടുണ്ട്. അതിലൊരു വ്യക്തിയാണ് നിങ്ങൾ. മനസ്സും അടുത്തതും അരവിച്ചതും ഇതിൽ നിന്നൊക്കെ വിട്ടേച്ച് പോകാമെന്നും പ്രാർത്ഥന അടുത്തതും ആയിട്ടുള്ള ഒരുപാട് പേരെ കർത്താവ് എനിക്ക് ഈ ശുശ്രൂഷയിലൂടെ എനിക്ക് തന്നിട്ടുണ്ട് കർത്താവ്. പക്ഷെ ഇന്നും എനിക്കുള്ളൊരു ചെറിയൊരു പരിഭവം, പിണക്കമല്ല, പരിഭവം എന്താന്ന് ചോദിച്ചാൽ ഇത്രയും വചനം കേട്ടിട്ടും പിടിക്കേണ്ടത്ര ചൂട് പിടിച്ചിട്ടില്ല എന്നുള്ളതാണ്. സ്തോത്രം. പിടിക്കേണ്ട അത്രയും ചൂട് പലർക്കും പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ചെറിയ പരിഭവം. എന്തായാലും അത് അങ്ങനെ ഇരിക്കട്ടെ, ഞാൻ അത്രയും മാത്രം പറഞ്ഞങ്ങ് വിടുന്നു. ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലായി കാണും. ഹല്ലേലൂയ. എപ്പോഴും ശുശ്രൂഷകന്മാർക്ക് ഒരു തണുപ്പായിരിക്കുക, എപ്പോഴും ശുശ്രൂഷകന്മാർക്ക് ഒരു തണുപ്പായിരിക്കുക. ഞാൻ എല്ലാവരോടും കൂടെയാണ് പറയുന്നത്. കർത്താവിൻ്റെ വേലയിൽ നിൽക്കുന്നവർക്ക് തണുപ്പായിരിക്കും. ഒനേസിമോസ് പൗലോസിന്റെ ഹൃദയത്തെ തണുപ്പിച്ചൊരു വ്യക്തിയായിരുന്നു, വേദനിപ്പിച്ചൊരു വ്യക്തിയല്ല. വേദനിപ്പിക്കുന്ന വ്യക്തി ആകരുത്. ശുശ്രൂഷകരുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന വ്യക്തികളാകരുത്, തണുപ്പിക്കുന്ന വ്യക്തികളായിരിക്കുക. മുറിവ് കെട്ടാനാണ് എന്നെ നിങ്ങളെയൊക്കെ വിളിച്ചേക്കുന്നത്, മുറിവ് വരുത്താനല്ല. അങ്ങനെ ശുശ്രൂഷകന്മാരുടെ ഹൃദയത്തെ തണുപ്പിക്കുന്ന വ്യക്തിത്വങ്ങൾ ആയിരിക്കുക. അക്വിലാസും പ്രിസ്കില്ലയും വേണമെങ്കിൽ കണ്ടില്ല എന്ന് പറഞ്ഞ് പുറകിലോട്ട് വലിഞ്ഞിരിക്കാമായിരുന്നു. പക്ഷേ ഒരു തീ ഉള്ളവനാ മുമ്പിൽ നിൽക്കുന്നതെന്ന് കണ്ടപ്പോൾ, ഒരു ശുശ്രൂഷയുള്ളവനാ മുമ്പിൽ നിൽക്കുന്നതെന്ന് കണ്ടപ്പോൾ എന്താ ചെയ്തേ? ചേർത്ത് പിടിക്കണം. ചേർത്ത് പിടിക്കണമെന്ന് തോന്നിയാൽ ചേർത്ത് പിടിക്കണം. ഏറ്റെടുത്ത് ചെയ്യണമെന്ന് തോന്നിയാൽ ഏറ്റെടുത്ത് ചെയ്യാനുള്ള മനസ്സുണ്ടാകണം.
ചേർത്ത് പിടിക്കണമെന്ന് തോന്നിയാൽ ചേർത്ത് പിടിക്കണം. മോശയുടെ കൈ അഹരോനും ഹൂരും കൂടെ 2 കൈ താങ്ങി പിടിച്ചു. കാര്യം എന്നാ? ആ കൈ ഉയർന്നിരിക്കുന്നത് വരെ ഉള്ളൂ ജയം. മനസ്സിലാവുന്നോ നിങ്ങൾക്ക്? ശുശ്രൂഷകന്മാർ കൈത്താങ്ങാകണമെന്ന് കണ്ടാൽ ആകണം. ഞാൻ ഇന്നത്തെ പ്രാർത്ഥനയുടെ കാര്യത്തെ തന്നെയാണ് ബന്ധപ്പെടുത്തി സംസാരിക്കുന്നത്. സ്റ്റാർട്ടിങ് സമയത്തെ പ്രാർത്ഥനയുടെ കാര്യം തന്നെ ബന്ധപ്പെടുത്തി സംസാരിക്കുന്നത്. കാരണം അത് എടുത്തു പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വേറെ മീനിങ്ങിലോട്ട് എടുക്കും. കാരണം പകുതി വെച്ച് ഈ മെസ്സേജ് കേൾക്കുന്നവർ കാണുമല്ലോ. അപ്പം നമ്മൾ വേണമെങ്കിൽ വേറെ എന്തെങ്കിലും മീൻ ചെയ്ത് കൈത്താങ്ങണമെന്നൊക്കെ പറയുമ്പോൾ വേറെ മീനിങ്ങിലൊക്കെ കൊണ്ടുപോകും. പുള്ളി സാമ്പത്തികത്തെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നതെന്ന് തോന്നുന്നു. ഈ പുള്ളി സാമ്പത്തികത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന ആളേ അല്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സമ്പത്ത് വേണ്ടാഞ്ഞിട്ടല്ല, ഹീസ് ഫെയ്ത്ത്ഫുൾ. അതെനിക്കറിയാം. സമ്പത്തിനെ കുറിച്ച് പ്രസംഗിക്കുന്ന ആളേ അല്ല. അത് വേണ്ടതാന്ന് ദൈവത്തിന് തന്നെ അറിയാം. തന്നോളൂ. തരാനുള്ളവരെ ദൈവം ഒരുക്കിക്കോളൂ. ഹല്ലേലൂയ. ഞാൻ സംസാരിക്കുന്നത് തുടക്ക സമയത്തെ പ്രയറിന്റെ കാര്യത്തെക്കുറിച്ച്. ആത്മാവിൽ എരിവുള്ളവരായിരിക്കണം. എന്നോട് പിണങ്ങിയാലും ഐ ഡോണ്ട് കെയർ, ഐ ഡോണ്ട് മൈൻഡ്. പറയാനുള്ളത് പറയാൻ തന്നെ ദൈവം എന്നെ വിളിച്ചേക്കുന്നത്. സ്തോത്രം. അഹരോനും ഹൂരിനും വേണമെങ്കിൽ താഴെ നിന്നാൽ മതി. അവർക്ക് ഈ പർവ്വതത്തിൽ ചാടിക്കറേണ്ട കാര്യമൊന്നുമില്ല. പുള്ളിയുടെ കൈയല്ലേ കഴിക്കുന്നത്, പുള്ളി എന്തെങ്കിലും ചെയ്തോളൂ. പുള്ളി എന്തെങ്കിലും ചെയ്യും, അതിൻ്റെ ബ്ലെസ്സിങ് പുള്ളി പ്രാപിക്കുകയും ചെയ്യും. അത് വേറെ കാര്യം. പക്ഷേ കൈ താങ്ങുന്നവരൊരു അനുഗ്രഹമുണ്ട് കേട്ടോ. കൈ താങ്ങുന്നവരൊരു അനുഗ്രഹമുണ്ടേ. സ്തോത്രം. ഹല്ലേലൂയ. അക്വിലാസിനും പ്രിസ്കില്ലയ്ക്കും ആ ചിന്ത വരണമെങ്കിൽ പോലും ദൈവത്തിനും കൂടെ തോന്നണം. ദൈവത്തിന് തോന്നിപ്പിക്കാൻ തോന്നണം. അതുകൊണ്ടാ തീയും അകത്തുകൊണ്ട് യോഹന്നാന്റെ മാനസാന്തര സ്നാനത്തെക്കുറിച്ച് മാത്രം അറിയാമായിരുന്ന അപ്പല്ലോസിനെ അധികമൊന്ന് ആത്മനിറവുള്ളവനാക്കണമെന്ന്. ഒന്ന് ശ്രദ്ധിച്ചേ. അധികമൊന്ന് ആത്മനിറവ് എന്ന് പറഞ്ഞാൽ അടുത്തൊരു ഗ്രേഡിലോട്ട് അപ്പല്ലോസിനൊരു ഷിഫ്റ്റാ നടക്കുന്നത്. നിങ്ങൾ അത് ശ്രദ്ധിച്ചായിരുന്നു? വചനം വായിക്കുമ്പോൾ മനസ്സിലാവുന്നു. അത് ഇപ്പൊ യേശുവിന്റെ വസ്തുതയെക്കുറിച്ച് സൂക്ഷ്മമായി പ്രസ്താവിക്കുന്ന ഒരു അഭിഷിക്തനാണ് അപ്പല്ലോസ്. എന്നാൽ അക്വിലാസും പ്രിസ്കില്ലയും അദ്ദേഹത്തെ ചേർത്ത് യേശു തന്നെയാണ് മശിഹ എന്ന്, വീണ്ടെടുപ്പുകാരൻ എന്ന് അദ്ദേഹത്തെ ഒന്ന് പഠിപ്പിച്ച് തിരുവെഴുത്തുകൾക്കകത്ത് തെളിയിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ സ്പിരിറ്റ് റിലം ചേഞ്ച് ആകുകയാണ്. അന്നും ഇന്നും ഒരേ അവസ്ഥയിൽ മൂടിക്കെട്ടിയിരിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ എന്നെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ട പ്രശ്നമാണ് ഇരിക്കുന്നത്. സാത്താനെ ശാസിക്കേണ്ട പ്രശ്നമല്ല അവിടെ. ദൈവം കൊടുത്ത വിദ്യാഭ്യാസത്തിനകത്ത്, ബോധ്യത്തിനകത്ത് അപ്പല്ലോസ് കയറിയിരുന്നെങ്കിൽ, അദ്ദേഹത്തിന്റെ അകത്ത് ഈ ഒരു ആത്മാവിന്റെ എരിവില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഈ ഉയർച്ചയൊന്നും ഉണ്ടാകത്തൊന്നുമില്ല. അക്വിലാസും പ്രിസ്കില്ലയും കാണത്തോലുമില്ല. പക്ഷേ അക്വിലാസിനെയും പ്രിസ്കില്ലയെയും തന്നോടുകൂടെ കണക്ട് ചെയ്യാൻ ദൈവത്തിന് തോന്നിയതിന്റെ കാരണം ദൈവം കൊടുത്ത അല്പത്തിൽ വിശ്വസ്തനായിരുന്നത് കൊണ്ടാണ്. കർത്താവ് കൊടുത്ത അല്പ കൃപയിൽ വിശ്വസ്തനായിരുന്നത് കൊണ്ടാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ ലൈഫിൽ ഒരു കൂട്ടിമുട്ടൽ, ഒരു എൻകൗണ്ടർ അക്വിലാസും പ്രിസ്കില്ലയും തമ്മിലുള്ള ഒരു കൂട്ടിമുട്ടൽ എന്ന് പറയുന്ന ഒരു എൻകൗണ്ടർ ആയിരുന്നു. പ്രൈസ് ഗോഡ്. ഒരു സൂപ്പർ നാച്ചുറൽ എൻകൗണ്ടർ എന്ന് തന്നെ പറയാം അതിന്. അപ്പല്ലോസ് അക്വിലാസിനെയും പ്രിസ്കില്ലയും കണ്ടുമുട്ടിയത് ഒരു ഡിവൈൻ എൻകൗണ്ടർ എന്ന് തന്നെ പറയാം. കാര്യം എന്നാ? ഈ എൻകൗണ്ടറിന് മുൻപേ അപ്പല്ലോസിനെ ദൈവത്തിന്റെ മുമ്പിൽ തെളിയിക്കണം. എനിക്ക് എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോ വലിയ സംഭവം കാണിച്ചേനെ. നോ, ദൈവം തന്നിരിക്കുന്ന ചെറിയ കാര്യങ്ങൾ വ്യാപാരം ചെയ്യാൻ ദയവായി മനസ്സ് കാണിക്കൂ. സ്തോത്രം. ഇതും കൂടെ പറയാം. അപ്പല്ലോസ് ആ മനസ്സ് കാണിച്ചാൽ അപ്പല്ലോസ് അനുഗ്രഹിക്കപ്പെടും. അലക്സാണ്ടർ ആ മനസ്സ് കാണിച്ചാൽ അലക്സാണ്ടർ അനുഗ്രഹിക്കപ്പെടും. ദീപു ആ മനസ്സ് കാണിച്ചാൽ ദീപു അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർ അനുഗ്രഹിക്കപ്പെടത്തില്ല. അപ്പല്ലോസ് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം
ആത്മാവിൽ തീയുള്ളവനാ. അങ്ങനെ തന്നെ അവിടെ വചനം എഴുതി വെച്ചേക്കുന്നത്, ആത്മാവിൽ എരിവുള്ളവൻ. പൗലോസ് അതായിരുന്നു. ആത്മാവിൽ എരിവുള്ളവനായിരുന്നത് കൊണ്ട് കർത്താവ് എന്തോ ചെയ്തു? ഒരു എൻകൗണ്ടർ കൊടുത്തു. മക്കളെ, ജീവിതത്തിൽ എവിടെയെങ്കിലും ഒക്കെ ഒരു എൻകൗണ്ടർ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ അതിന് ഞാൻ അതിനൊരു ഷോർട്ട് കട്ട് എന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ ഞാൻ ഇങ്ങനെ അങ്ങ് പറഞ്ഞു വെക്കാം. അപ്പല്ലോസ് ചെയ്തതുപോലെ ഏൽപ്പിച്ചത് ചെയ്യാൻ മനസ്സ് കാണിക്കണം. ഏൽപ്പിച്ച കാര്യങ്ങൾക്കകത്ത് വിശ്വസ്തരായിരിക്കണം. ലഭിക്കുന്ന അവസരം ആത്മാവിൽ ചെയ്യാൻ തയ്യാറാകണം. താഴേക്ക് അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാ അക്വിലാസും പ്രിസ്കിലും ഇവന്റെ അകത്തൊരാത്മാവുണ്ട്, ഇവന്റെ അകത്തൊരു കൃപയുണ്ട്, ഇവൻ ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചവൻ തന്നെ എന്ന് പറഞ്ഞ് അവൻ പഠിക്കേണ്ട അടുത്ത മേഖലയും കൂടെ പഠിപ്പിച്ചു. ഞാൻ ആത്മാവിലൊരു കാര്യം പറയാം. പ്രാർത്ഥിക്കാൻ മാത്രമേ ഇന്ന് കഴിയുന്നുള്ളൂ. വീടിനകത്തൊരു സഭ തുടങ്ങണമെന്ന് ആഗ്രഹമുള്ളവർ ഇതിനകത്തുണ്ട്. പക്ഷേ ഇന്ന് അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. ദാറ്റ്സ് ഇനഫ്. പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഉപവസിക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. ദാറ്റ്സ് ഇനഫ്. ഉപവസിച്ചാൽ മതി. വചനം ട്രാക്ട് കൊടുക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. ദാറ്റ്സ് ഇനഫ്. ട്രാക്ട് കൊടുത്താൽ മതി. ആരെങ്കിലും ഒക്കെ കാണുമ്പോൾ ഗോസ്പൽ ഷെയർ ചെയ്യാൻ മാത്രമേ പറ്റുന്നുള്ളൂ. ദാറ്റ്സ് ഇനഫ്. ഗോസ്പൽ ഷെയർ ചെയ്താൽ നീ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആത്മാവിന്റെ എരിവ് കൊണ്ടാണെന്ന് സ്വർഗത്തിന് റിപ്പോർട്ട് പോകുന്നൊരു സമയമുണ്ട്. ആ സമയം നിനക്കൊരു എൻകൗണ്ടർ ഉണ്ടാകും. നിന്നെ ചേർത്ത് പിടിക്കുന്ന അക്വിലാസ് പ്രിസ്കില്ലമാരെ എന്റെ ദൈവം മറച്ചു വെക്കാതെ നിന്റെ അടുത്ത് അയക്കും. ഓ റബഖൈന ഹോളി സ്പിരിറ്റ് ഇൻ ജീസസ് നെയിം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം അയക്കും. പ്രിയപ്പെട്ട ആന്റി, ദൈവം അയക്കും. എന്റെ അങ്കിളെ, ദൈവം അയക്കും. എന്റെ സഹോദര, ദൈവം അയക്കും. അഭിഷിക്തനെ ദൈവം അയക്കും. നിന്നെ മനസ്സിലാക്കുന്നവരെ, നിന്നെ ലിസൺ ചെയ്യുന്നവരെ, നിങ്ങളിലൊരു ശുശ്രൂഷ ഉണ്ടെന്ന് അറിയുന്നവരെ, നിങ്ങളിലൊരു ദൈവസ്നേഹി ഉണ്ടെന്ന് അറിയുന്നവരെ, അക്വിലാസ് പ്രിസ്കില്ലമാരെ ദൈവം അയക്കും. അയക്കുന്നവർ നിന്നെ ചേർത്തുകൊള്ളും. അപ്പന്റെ ഹൃദയമുള്ളവരൊക്കെ ഉണ്ടെന്നേ. ഹല്ലേലൂയ. ചേർത്തുകൊള്ളും. പക്ഷെ ഒരു കാര്യം, അപ്പല്ലോസിനെ തെളിയിക്കാൻ ഒരു ടൈം ഉണ്ടായിരുന്നു. ദിസ് ഈസ് യുവർ ടൈം ടു പ്രൂവ് യുവർ സെൽഫ്. യു ആർ ഫെയ്ത്ത്ഫുൾ ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗാഡ്. നാം ദൈവത്തിന്റെ മുമ്പിൽ വിശ്വസ്തരാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളൊരു ടൈമുണ്ട്. അത് തെളിയിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു എൻകൗണ്ടർ ഉണ്ടായത്. ഒരു കൂട്ടിമുട്ടലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? ഒരു ദൈവപ്രവർത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? ഒരു ദൈവിക ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? കർത്താവിൻ്റെ സഹായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? നിങ്ങളെ തന്നെ തുറക്കുക. ദൈവത്തിന് മുമ്പിൽ തുറക്കുക. എന്നെ കൃപയാ കർത്താവ് തന്നേക്കുന്നെങ്കിലും വ്യാപാരം ചെയ്യുക. അത് ലഭിക്കുന്നത് പോലെ വ്യാപാരം ചെയ്യും. ഒരു മെസ്സേജ് ഷെയർ ചെയ്യാനാണോ? ചെറിയൊരു എഴുതാനാണോ? കർത്താവിൻ്റെ വചനം, ഒരു ചെറിയൊരു ചിന്ത എഴുതാൻ. ഡു ഇറ്റ്. നല്ല നിലത്ത് വിതയ്ക്ക്. ചെറിയൊരു എഴുത്ത് കർത്താവിനെ കുറിച്ച്. ഡു ഇറ്റ്. ചെറിയൊരു പാട്ട് 4 വരി എഴുതാനാണോ? ഡു ഇറ്റ്. ചെറിയൊരു ടോക്ക് പറയാനാണോ? ഡു ഇറ്റ്. കർത്താവിൽ ആശ്രയിച്ച് ചെയ്യുക. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവനാമ മഹത്വത്തിനായി ചെയ്യുക. എന്നെ പ്രശസ്തനാക്കാനല്ല ഞാൻ നിങ്ങളോട് പറയാം. ഞാനത് ചെയ്താൽ എന്നെ പ്രശസ്തനാക്കാനല്ല, അവിടുത്തെ നാമം ഉയരണം. ആ മനസ്സ് വേണം. കർത്താവിൻ്റെ നാമം ഉയരണം. യേശുവിൻ്റെ നാമം മഹത്വപ്പെടണം. നമ്മളെ പരിഹസിക്കുമായിരിക്കും, കളിയാക്കുമായിരിക്കും. അതൊക്കെ പാമ്പറ. ഹല്ലേലൂയ. ദൈവം എന്നെ അകത്തിട്ടേന്നൊരു ബോധ്യം കിട്ടിയാൽ മതി. ആരുടെ വാക്കിനും ചെവി കൊടുക്കരുത്. ദൈവത്തിൻ്റെ അല്ലാതെ, ദൈവത്തിൻ്റെയും ക്രിസ്തുവിൽ വളർത്തുന്നവരുടെ അല്ലാതെ ഒരൊറ്റ മനുഷ്യൻ്റെ വാക്കിന് ചെവി കൊടുക്കരുത്. അപ്പല്ലോസ് കേട്ടത് ആത്മാവിൽ എരിവുണ്ടാകാൻ കാര്യമായ കാര്യങ്ങളാണ് കേട്ടെ. അത് പിടിച്ചു. ക്രിസ്തുവിൻ്റെ വഴി, ക്രിസ്തുവിൻ്റെ മാർഗ്ഗം സൂക്ഷ്മമായി പഠിച്ചു, സൂക്ഷ്മമായി ഉപദേശിച്ചു. അത് ടേക്ക് കെയർ ചെയ്തു. പ്രസംഗിച്ചു തുടങ്ങി. ഈ പ്രസംഗം അക്വിലാസും പ്രിസ്കില്ലയും കേട്ടപ്പോൾ മനസ്സിലായി ഇവൻ്റെ അകത്തൊരു തീയുണ്ട്. അവനെ ചേർത്തു. കർത്താവിനെ കുറിച്ച് കൂടുതൽ പഠിച്ചു. അവൻ്റെ സ്പിരിച്വൽ റാങ്ക് വർദ്ധിച്ചു. അവൻ്റെ സ്പിരിച്വൽ തലം വർദ്ധിച്ചു. അവൻ്റെ അഭിഷേകം വർദ്ധിച്ചു. ആത്മാവിൻ്റെ എരിവ് കൂടി. പിന്നെ വെറുതെ ഇരുന്ന് പിന്നെ കേട്ടോണ്ടിരിക്കാമെന്ന് വിചാരിച്ചിരുന്നു നല്ല വചനം പറയുന്നത് കേട്ടോ. പിന്നെ കേട്ടോണ്ടിരിക്കാം എന്ന് വിചാരിച്ചിരുന്നു നല്ല വചനം പറയുന്നത്. അധികം പ്രയോജനപ്പെടുത്തി. എങ്ങനെയാണ് പ്രയോജനപ്പെട്ടതെന്ന് നോക്കിയേ. വനഖായിലേക്ക് പോകാൻ ഇച്ഛിച്ചപ്പോൾ സഹോദരന്മാർ അവനെ ഉത്സാഹിപ്പിക്കുകയും. കേട്ടെ, അഭിഷേകമുള്ളവരുടെ ഒരു പ്രത്യേകതയാണ്, ഉത്സാഹിപ്പിക്കും, മടുപ്പിക്കത്തില്ല. ഉത്സാഹിപ്പിക്കും, വേലയെ ഉത്സാഹിപ്പിക്കും, ആത്മാവിലെ തീരുമാനത്തെ ഉത്സാഹിപ്പിക്കും, മടുപ്പിക്കത്തില്ല. ഉത്സാഹിപ്പിക്കും.
കൈത്താങ്ങും എന്നർത്ഥം. കൈത്താങ്ങും, പ്രൊമോട്ട് ചെയ്യും, എൻകറേജ് ചെയ്യും, പ്രാർത്ഥിച്ചു വിടും, പ്രാർത്ഥിച്ച് സഹായിക്കും. സഹോദരന്മാർ ഉത്സാഹിപ്പിച്ചു. എങ്ങനെ ഉത്സാഹിപ്പിച്ചു? പോടാ പോടാ പോടാ, നീ പെട്ടെന്ന് പോയി, എന്നാലേ നിന്റെ സ്ഥാനം ഞങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെയല്ല, ഉത്സാഹിപ്പിച്ചു. ആണോ, നീ പോകാൻ ഉദ്ദേശിച്ചോ? ദൈവം നിന്നെ നടത്തും. അപ്പല്ലോസേ, അങ്ങേ നടത്തും, അഭിഷിക്തനെ നടത്തും. ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സഹായിച്ചു എന്ന്, പ്രാർത്ഥിച്ച് അയച്ചു എന്ന്. മനസ്സിലാവുന്നോ നിങ്ങൾക്ക് ഞാൻ എന്താ പറയുന്നതെന്ന്? ഹല്ലേലൂയ. അവൻ അഖായയിലേക്ക് പോകാൻ ഇച്ഛിച്ചപ്പോൾ സഹോദരന്മാർ അവനെ ഉത്സാഹിപ്പിക്കുകയും അവനെ കൈക്കൊണ്ട് ശിഷ്യന്മാർക്ക് എഴുതുകയും ചെയ്തു. കാര്യം എന്നാ? ഞങ്ങളൊരു കൂട്ടു സഹോദരൻ അവിടെ വരുന്നുണ്ട്, അവനെ സൂക്ഷിക്കണം, അവനെ സ്വീകരിക്കണം, അവന് വേണ്ടതെല്ലാം ചെയ്യണം, അവനെ ബലപ്പെടുത്തണം, ഉപയോഗിക്കണം. അവൻ കർത്താവിൻ്റെ ആത്മാവുള്ളവനാ, അവനെ പ്രയോജനപ്പെടുത്തിക്കോണം. എഴുത്തെഴുതിയെന്ന്, ദോഷമായിട്ട് എഴുതിയെന്നല്ല, അവനെ സപ്പോർട്ട് ചെയ്ത് എഴുതിയെന്ന്. എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ട്, പക്ഷേ നമ്മുടെ ഇന്നത്തെ സമയം ഒട്ടും അനുവദിക്കുന്നില്ല. താഴേക്ക് വായിക്കുന്നു. അവിടെ എത്തിയപ്പോൾ അവൻ ദൈവകൃപയാൽ വിശ്വസിച്ചവർക്ക് വളരെ പ്രയോജനമായി തീർന്നു. നിങ്ങളെ ദൈവം ആർക്കാ പ്രയോജനപ്പെടുത്തുന്നതെന്നറിയാവോ? നിങ്ങളെ ദൈവം വെറുതെ കൊണ്ടൊന്നും ഇട്ട് കൊടുക്കത്തൊന്നുമില്ല. നിങ്ങളെ ദൈവം പ്രയോജനപ്പെടുത്തുന്നത് ദൈവകൃപയിൽ വിശ്വസിക്കുന്നവരുടെ മുമ്പിലാണ്. ദൈവത്തിൻ്റെ തിരുവെഴുത്ത് പന്നികളുടെ മുമ്പിൽ ഇട്ട് കൊടുക്കാൻ ദൈവം അനുവദിക്കത്തില്ല, ഇടത്തില്ല. ദൈവം അത്ര വാല്യൂ, ദൈവത്തോളം വാല്യൂ ഉള്ളതാണ് ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ട് നിങ്ങളെ ദൈവം പ്രയോജനപ്പെടുത്തുന്നത് ദൈവകൃപയിൽ വിശ്വസിക്കുന്നവരുടെ മുമ്പിലാണ്. നമ്മൾ ചിന്തിക്കാറുണ്ട്, എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടൊന്നും മറുപടി കിട്ടുന്നില്ല. ദൈവകൃപയിൽ വിശ്വസിക്കുന്നതിൻ്റെ ഒരു തലമുണ്ട്. ആ തലത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം പ്രയോജനമായി തീരും. ദൈവം നിങ്ങളെയും പ്രയോജനമായി തീർന്നു. യേശു തന്നെ ക്രിസ്തു എന്ന് അവൻ തിരുവെഴുത്തുകളാൽ തെളിയിച്ച് ബലത്തോടെ യഹൂദന്മാരെ പരസ്യമായി ഖണ്ഡിച്ചു കളഞ്ഞു. ഈ വിരോധമായി പറയുന്ന വാക്കുകൾ ഖണ്ഡിക്കാൻ ഒരു അധികാരമുണ്ട്. വെറുതെ ഒന്നും ഖണ്ഡിക്കാന്ന് എഴുതത്തില്ല അവിടെ. വിരോധമായി പറയുന്ന വാക്ക്, ചലഞ്ച് ചെയ്യുന്ന വാക്കുകളെയൊക്കെ തിരുവെഴുത്തുകളാൽ തെളിയിച്ച് ഖണ്ഡിച്ചു എന്ന് പറയുമ്പം മാനിഫെസ്റ്റേഷൻസ് ഉണ്ടായി. നമ്മൾ പ്രസംഗിക്കുന്ന വചനത്തിനകത്ത് അത് മാനിഫെസ്റ്റ് ചെയ്യും. വിടുതൽ എന്ന് പറഞ്ഞാൽ അത് ലിറ്ററലി, അത് വിസിബിളി അവിടെ കാണിക്കും ദൈവം. ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ അത് വിസിബിളി കാണിക്കും ദൈവം. ഹീലിംഗ് എന്ന് പറഞ്ഞാൽ വിസിബിളി കാണിക്കും ദൈവം. നിങ്ങൾ വിശ്വസിക്കുന്നോ? നിങ്ങൾ വിശ്വസിച്ച ഈ തിരുവെഴുത്തിനകത്ത് അങ്ങനെയുള്ള പദങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണുകൊണ്ട്, നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ ആ ദൈവത്തിൻ്റെ മാനിഫെസ്റ്റേഷൻ കാണും. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്ന എല്ലാവരും കണ്ണുകൾ അടച്ചൊന്ന് പ്രാർത്ഥിച്ച്. അപ്പല്ലോസിന് ദൈവം കൊടുത്ത ഒരു ഭയങ്കര എരിവുണ്ട്, ഒരാത്മാവിലെ എരിവ്. ആ എരിവ് എനിക്ക് വേണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ആ എരിവൊക്കെ അങ്ങ് കെട്ടടങ്ങിയതുപോലെ അങ്ങ് പക്ഷേ അപ്പല്ലോസിനെ ദൈവം യൂസ് ചെയ്തത് തൻ്റെ അകത്തുള്ള ആത്മാവിൻ്റെ എരിവ് കണക്കാക്കിയിട്ടാണ്. ഒരു സ്പിരിച്വൽ ലൈഫിൽ അങ്ങനൊരു ഫ്ലെയിം നമ്മുടെ ജീവിതത്തിൽ വന്ന് വീഴട്ടെ. ഈ സെക്കൻഡിൽ അതിനുവേണ്ടി എത്ര ദൈവമക്കൾ പ്രാർത്ഥിക്കും? എത്ര പേർ അതിനുവേണ്ടി കൊതിക്കും? എത്ര ദൈവമക്കൾ അതിനുവേണ്ടി കൊതിക്കും? അവരെല്ലാവരും കർത്താവിൻ്റെ സന്നിധിയിൽ ഇത് പ്രാർത്ഥിച്ചേ. ഒരു വലിയ കൃപ എൻ്റെ മേലൊന്ന് പകരണം കർത്താവേ, ഒരു വലിയ സാന്നിധ്യം എൻ്റെ മേലൊന്ന് പകരണം കർത്താവ്. ഒന്ന് പ്രാർത്ഥിച്ചേ, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. എന്നെ ഒന്ന് മാറ്റി എടുക്കുക കർത്താവേ, ഒന്ന് പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ അകത്തൊരു കൃപ കിടപ്പുണ്ട് കേട്ടോ. നിങ്ങളുടെ അകത്തൊരു വരമുണ്ടേ, നിങ്ങളുടെ അകത്തൊരു ആത്മാവ് കിടപ്പുണ്ടേ. മങ്ങിപ്പോകരുത്. അത് മങ്ങിക്കാൻ ശത്രു ഒത്തിരി ശ്രമിക്കും. പക്ഷെ വിട്ടുകൊടുക്കരുത്. അതിൻ്റെ മേലൊരു തീ പിടിച്ചോ, അതിൻ്റെ മേൽ തീ പിടിപ്പിക്കണം. തീ ഉണ്ടെങ്കിലാ ഇഴജന്തുക്കൾ അടുക്കാത്തെ. കൃപയെ മങ്ങിച്ചു കളയാൻ, വരത്തെ മങ്ങിച്ചു കളയാൻ, അഭിഷേകത്തെ ചോർത്തിക്കളയാൻ, പുറകെ കൂടിയിരിക്കുന്ന സകലതിനെയും തിരിച്ചറിഞ്ഞ് ഖണ്ഡിക്കാൻ ഒരു അഭിഷേകം നിന്റെ മേൽ ദൈവം തന്നിട്ടുണ്ട്.
അപ്പല്ലോസേ, ഖണ്ഡിക്കാൻ ഒരു അഭിഷേകം ദൈവം തന്നിട്ടുണ്ട്. അത് യൂസ് ചെയ്യാൻ ഇന്ന് ദൈവാത്മാവ് ആരോടൊക്കെയോ ബുദ്ധി പറയും. നീ വിശ്വസിച്ച ദൈവം, നിന്നെ വിളിച്ച ദൈവം, ഇന്ന് പകലിൽ ആരുടെയൊക്കെയോ മേൽ ആ ദിവ്യ ശക്തിയെ, ആ ദിവ്യ കൃപയെ, ആ അഭിഷേകത്തെ ദൈവത്തിന്റെ ആത്മാവ് പകർന്നുകൊണ്ടിരിക്കുന്നു. ചിലതിനെയൊക്കെ ഖണ്ഡിക്കാൻ, ജയിക്കാൻ, പ്രയോജനപ്പെടുത്താൻ ദൈവം ഇതിനകത്ത് അപ്പല്ലോസുമാരെ തൊടുകയാണ്. എത്ര കഴിവുണ്ടെങ്കിലും പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ലേ? എത്ര വിളിയുണ്ടെങ്കിലും പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ലേ? എത്ര ആഗ്രഹം ഉണ്ടെങ്കിലും പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ലേ? പ്രയോജനപ്പെടുത്തേണ്ട ഒരു സന്ദർഭം വരുമ്പോ അതൊക്കെ വല്ലാത്ത അവസ്ഥയിൽ കെട്ടപ്പെടുന്നത് പോലെ ആയിപ്പോയോ? ഇന്ന് പകൽ അകത്ത് തീയുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, ഇന്ന് ദൈവം അവരെ ഹെൽപ്പ് ചെയ്യുന്നു. കർത്താവ് നിന്നെ ഹെൽപ്പ് ചെയ്യുന്നു. Holy Spirit, Jesus, come on. Yeah. Shazalara bakayo, Jesus. പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ മാറ്റി, പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ മാറ്റി, ശോഭിത നീതിവസ്ത്രം ആഭരണമായാലും, ശോഭിത നീതിവസ്ത്രം ആഭരണമായി നൽകും. യേശു എന്നടിസ്ഥാനം, ആശയവനിലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. പിതാവേ, ഈ ജനത്തെ അങ്ങയുടെ കൈകളിൽ ഞാൻ സമർപ്പിച്ചവർക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ കേട്ട ജീവന്റെ ഈ തിരുമൊഴികൾ ഞങ്ങളുടെ ജീവിതത്തെ സ്പർശിച്ചതിനായി സ്തോത്രം. ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന ഓരോ ദൈവമക്കളെയും ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരിലെ രോഗികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പാപികൾ, പിന്മാറ്റക്കാർ യേശുവിൻ്റെ നാമത്തിൽ ശുദ്ധീകരിക്കപ്പെട്ട് മടങ്ങി വരട്ടെ. ഇതിനകത്ത് ദൈവകൃപയിൽ വിളിയുള്ള അപ്പല്ലോസുമാർ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ. ഇതിനകത്ത് അക്യുല്ലാസിൻ്റെയും പ്രിസ്കില്ലയുടെയും മനസ്സുള്ളവർ ദൈവത്തിൻ്റെ ആത്മാവിനാൽ എഴുന്നേൽക്കപ്പെടട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്ത അങ്ങയുടെ സ്നേഹത്തിനായി നന്ദി പറയുന്നു. എല്ലാ മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും ഈ മീറ്റിംഗ് ഈ ചാനലിൽ നടത്തപ്പെടുന്നു. നിങ്ങളെല്ലാവരും പങ്കെടുക്കുക, മറ്റുള്ളവർ കൂടെ ഷെയർ ചെയ്യുക. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധിയോടെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.